എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർക്കറ്റിൽ നിന്ന് നമുക്കിവിടെ നോക്കിയാൽ അറിയാം, നിഫ്റ്റിയുടെ ഹൈ ഓപ്പണിംഗ് വന്നു. നേരെ വന്നിട്ട് എന്ത് ചെയ്തു, CPRൻ്റെ ലോവർ ലെവലിൽ പോയി. അതിനുശേഷം നേരെ പോയി R1, അതായത് റെസിസ്റ്റൻസ് 1 പ്രീവിയസ് ഡേ ഹൈ, എന്നിട്ട് അടിച്ചിട്ട് കുറച്ച് മുകളിൽ പോയി. അതിനുശേഷം തിരിച്ച് താഴെ വന്നു. നമുക്കിവിടെ പ്രൊഡിക്റ്റീവ് ചാനൽ ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത് നോക്കാം. പ്രൊഡിക്റ്റീവ് ചാനൽ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇവിടെ ഈ റേഞ്ചിൽ നമുക്ക് സെല്ലിങ് വരാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ റേഞ്ചിൽ നല്ലൊരു സെല്ലിങ് വന്നു. പക്ഷേ പിന്നെ വീണ്ടും കവറായി. ഇന്നലത്തെ ക്ലോസിങ്ങിനെക്കാട്ടി ജസ്റ്റ് ഒരു 10-15 പോയിൻ്റ് മുകളിൽ വന്നിട്ട് നിഫ്റ്റി ക്ലോസ് ആയിട്ടുണ്ട്. ഇത് ആൾക്കാരെ പറ്റിക്കുന്ന മൂവ്മെൻ്റാണ്, ഈ ഒരു ഡൗൺ മൂവ്മെൻറ്റ്. ഓൾറെഡി ആൾക്കാരെല്ലാം ഡൗൺ ട്രെൻഡിൽ ഇരിക്കുകയാണ്. അപ്പം ഒരു ഹൈ ഓപ്പണിംഗ് വന്നാൽ ഉറപ്പായിട്ടും കുറച്ച് സെല്ലിങ് ആൾക്കാരുടെ വരും. ഓപ്പറേറ്റർമാരും അത് അതിൻ്റെ അനുസരിച്ച് വന്നിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി കാണിക്കും. എന്നിട്ട് ലാസ്റ്റ് ക്ലോസ് ഫ്ലാറ്റായിട്ടുണ്ട് കാണിച്ചു. എനിക്ക് തോന്നുന്നത് വരും ദിവസങ്ങളിൽ കുറച്ച് അപ്പിലോട്ട് പോകാനാണ് ചാൻസ് കൂടുതൽ. പക്ഷേങ്കിൽ ഏതൊരു സമയവും ചിലപ്പോൾ ഏതെങ്കിലും ഒരു റിസൾട്ട് ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഷെയറിൻ്റെ വന്നാൽ, നെഗറ്റീവായിട്ട് വന്നാൽ ചിലപ്പോൾ 23,000 താഴെ റോഷൻ ഇടാം. പക്ഷേങ്കിൽ ഒത്തിരി ഇവിടെ നിന്ന് അധികം താഴോട്ട് പോകാൻ ചാൻസ് കുറവാണ്. ഇനി ഒരു കവറിങ് വന്നതിന് ശേഷം മാത്രമേ മാർക്കറ്റിൽ അടുത്ത ഒരു ഡൗൺ ട്രെൻഡിന് ഒരു ചാൻസ് ഞാൻ കാണുന്നുള്ളൂ. പിന്നെ അറിയത്തില്ല, നമ്മുടെ ഓരോരുത്തർക്കും ഓരോ വ്യൂ ആണല്ലോ. നമ്മുടെ ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചുള്ള ഒരു വ്യൂ ആണത്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഫ്ലാറ്റായിട്ടായിരുന്നു. ഇവിടെ നോക്കിയാൽ അറിയാം, ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നു, കുറച്ച് ഹൈയിൽ പോയി, തിരിച്ച് CPRA വന്ന് ടച്ച് ചെയ്തു, നേരെ തിരിച്ച് പ്രീവിയസ് ഡേ ഹൈ R1 ജസ്റ്റ് അടിച്ചു, കുത്തനെ ഇറങ്ങി, എന്നിട്ട് ലാസ്റ്റ് ഫ്ലാറ്റായിട്ട് ക്ലോസ് ആയി. നമ്മൾ ഡേ ചാർട്ട് നോക്കുമ്പോൾ നിഫ്റ്റിയിൽ നമ്മൾ വരച്ചിട്ടേക്കുന്ന ആ റേഞ്ചിൽ ഇതുണ്ടല്ലേ, ഇതിനുള്ളിൽ വന്ന ഒരു ബൗൺസിനാണ് ചാൻസ്. ഞാൻ നേരത്തെ വരച്ച് എല്ലാ ദിവസവും കാണിക്കുന്നതാണ് ഈ ലെവലുകളെ. പക്ഷെ അതേ ടച്ച് ചെയ്തു, നേരെ തിരിച്ച് 2 ദിവസമായിട്ട് ഇച്ചിരി കയറി. കുറച്ച് ഇവിടെ വീക്ക് ക്യാൻഡിലാണ് കാണിക്കുന്നതെങ്കിലും, സെല്ലിങ് ക്യാൻഡിലാണ് കാണിക്കുന്നതെങ്കിലും, പക്ഷേങ്കിൽ ഇത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് ഇത് ബൈയിങ് ആണ്. എന്തായാലും ഇവിടുന്ന് എൻ്റെ ഒരു കണക്കൂട്ട് അറ്റ്ലീസ്റ്റ് ഒരു 24,000 റേഞ്ചിലോട്ടെങ്കിലും മാർക്കറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേങ്കിൽ ഒറ്റ ദിവസം കൊണ്ടായിരിക്കത്തില്ല, പതുക്കെ ആയിരിക്കാം വരുന്നത്. അതിനുശേഷമേ പിന്നെ അടുത്തൊരു നല്ലൊരു സെല്ലിങ് വരാൻ ചാൻസ് കാണുന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ഈ റേഞ്ചുകളൊക്കെ ഒന്ന് സൂക്ഷിക്കുക. പക്ഷേ FISൻ്റെ ഹെവി സെല്ലിങ് ആണ്, മാർക്കറ്റിൽ സപ്പോർട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയറുകളാണ് ഈ കാണുന്ന ഷെയറുകളെല്ലാം. ഇതിനകത്ത് നമുക്ക് നല്ല സൂപ്പർ ചാൻസുകൾ വന്ന ഇഷ്ടംപോലെ ഷെയറുകളുണ്ടായിരുന്നു. നമുക്ക് ഈ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇതിനകത്ത് ഫസ്റ്റ് ഒരു ചാൻസാണ് ഓപ്പൺ ഇവിടെ വന്നു, നേരെ കയറി R1 മുകളിലാണ് ഇത് ഓപ്പൺ ആവുന്നത്. R1 മുകളിൽ ഓപ്പൺ. ഇത് ഇന്നലെ ലിസ്റ്റഡ് ആയ ഷെയറാണ്. R1 മുകളിൽ ഓപ്പണായി നേരെ 500 എന്ന് താഴെ പോയി. 500 എന്ന് താഴെ പോകുമ്പോൾ നമുക്ക് അവിടെ എൻട്രി എടുക്കാം. അതായത് R2 താഴോട്ട് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മളിവിടെ എൻട്രി എടുത്താൽ നമുക്ക് 475-74 റേഞ്ചിലോട്ട് വരുന്നത്. നല്ലൊരു പ്രോഫിറ്റ്, 23-24 രൂപ പ്രോഫിറ്റ് ചെയ്തത്. പിന്നെ വൺ സൈഡ് മുകളിലോട്ട് കയറിപ്പോയി. വൺ സൈഡിൽ മുകളിലോട്ട് കയറിപ്പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഈ ഹൈ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് അടുത്ത ലെവലിലോട്ട് കയറിപ്പോകുന്ന നോക്കണം. പോയില്ല, തിരിച്ച് താഴോട്ട് വന്നോ ഇല്ല. അപ്പം നമുക്ക് ഇതിനകത്ത് പിന്നീട് എൻട്രി ഇല്ല ഈ ഷെയറിനകത്ത്. ഓക്കെ, സൂര്യ റോഷിനിക്കകത്ത് ഇവിടെ നോക്കിയാൽ അറിയാം, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി R1 അടുത്ത് വരെ പോയി. പക്ഷേ R1 അടുത്ത് പോയി. ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് ഇവിടെ ട്രേഡ് എടുക്കാൻ പറ്റും. ഇവിടെ വീക്ക്നെസ് കണ്ടു കഴിഞ്ഞാൽ ഈ റേഞ്ചിൽ എവിടെയെങ്കിലുമൊക്കെ ട്രേഡ് എടുത്താൽ ജസ്റ്റ് ഈ ഒരു സ്റ്റോപ്പ് ലോസേ ഉള്ളൂ, 2-3 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. പക്ഷേ നമ്മൾ പറയുന്ന CPR സ്ട്രാറ്റജി വെച്ചുള്ള ഷോർട്ട് സെല്ലിംഗ് ആകുമ്പം ഇതിന് മുകളിൽ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്കിവിടെ എൻട്രി എടുക്കാമായിരുന്നു. ഇത് വന്നില്ല, അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ ഈ റേഞ്ചിൽ എൻട്രി എടുക്കണം. അതായത് പ്രീവിയസ് ഡേ ഹൈയുടെ താഴോട്ട് വരുമ്പോൾ എൻട്രി എടുക്കും. നമ്മൾ ഇവിടെ എൻട്രി എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇച്ചിരി ഒത്തിരി ഹൈ ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അനുസരിച്ച് ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക. പക്ഷേങ്കിൽ തിരിച്ച് കയറിയിട്ടില്ല. ഷെയർ 279 260
58, അതായത് 21 രൂപ പ്രോഫിറ്റ് ആ ഷെയർ കാണിച്ചു. അതുപോലെ അഡാനി പവർ പ്രീവിയസ് ഡേ ഹൈയുടെ അവിടെ ഓപ്പണായി നേരെ മുകളിലോട്ട് കയറിപ്പോയി തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ ഈ പ്രീവിയസ് ഡേ ഹൈ 539 അവിടെ എൻട്രി എടുക്കും, സെല്ലിങ് എടുത്താൽ 539 നേരെ 525 നല്ലൊരു പ്രോഫിറ്റ് അവിടെ 15 രൂപയ്ക്ക് അടുത്ത് 15-16 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട്. അതിന് ശേഷം വീണ്ടും ഇത് പോയി ഹൈ അടിച്ചിട്ട് തിരിച്ച് ഇത് ഇവിടെ ഇറങ്ങുന്നു. ഇവിടെ നമ്മളൊരു എൻട്രി എടുത്താൽ നമ്മുടെ 539 എടുത്താൽ നമ്മുടെ 546 ഒരു സ്റ്റോപ്പ് ലോസ് പോകും. സ്റ്റോപ്പ് ലോസ് പോയാലും ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്യുക, അടുത്ത ലെവലിൽ പോകുന്ന നോക്കുക. അതല്ല എങ്കിൽ തിരിച്ച് വീണ്ടും ഈ ലെവലിന് താഴോട്ട് ഇറങ്ങുന്ന നോക്കുക. ഇവിടെ വന്നിട്ട് അടുത്ത ലെവലിൽ പോയി നമ്മൾ പ്രൊഡിക്റ്റീവ് ചാനൽസ് നോക്കുകയാണെങ്കിലും അതിൻ്റെ അകത്തിലെ ഒരു ഇത് വെച്ചിട്ടാണ് നമുക്ക് സെല്ലിങ്. ഈ പ്രൊഡിക്റ്റീവ് ചാനൽസിൻ്റെ ഹൈയും അടിച്ച് കയറിപ്പോയി. അപ്പം പ്രൊഡിക്റ്റീവ് ചാനൽസിൻ്റെ ഹൈ അടിച്ച് പോവുകയും മുകളിൽ പോവുകയും അതേസമയം ആ ഏകദേശ റേഞ്ചിൽ തന്നെ CPRൻ്റെ ലെവലും ഉണ്ടെങ്കിൽ അവിടുന്ന് ഉറപ്പായിട്ടും താഴെ പോകാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഈ റേഞ്ചിൽ എൻട്രി എടുക്കാം പ്രൊഡിക്റ്റീവ് ചാനൽസ് വെച്ച്. നമ്മളിപ്പോൾ CPR വെച്ച് മാത്രം നോക്കിയാൽ മതി. നമ്മൾ CPR വെച്ച് മാത്രം നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കും. നമ്മൾ 564 റേഞ്ചിൽ നിന്ന് എൻട്രി എടുത്താൽ കുത്തനെ ഇടിഞ്ഞ് 541 23 രൂപ പ്രോഫിറ്റ്. പിന്നെ ആവറേജിനടുത്ത് വരും, ആവറേജിന് ജസ്റ്റ് മുകളിൽ പോകും, തിരിച്ചിറങ്ങും. അങ്ങനത്തെ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഫുൾ ടൈം. പിന്നീട് ഒലക്ട്രയ്ക്കകത്ത് ചാൻസ് ഇല്ലായിരുന്നു. അഡാനി ഗ്രീനടുത്ത് ചാൻസ് ഉണ്ടായിരുന്നു. അഡാനി ഗ്രീന് പ്രീവിയസ് ഡേ ഹൈ ഇതാണ്, അതിൻ്റെ മുകളിൽ ഓപ്പണായി R1 പോയതിന് ശേഷം 1049 ഇറങ്ങി 1023 വരെ വന്നു. 25-26 രൂപ പ്രോഫിറ്റ് വൺ സൈഡ് ഒറ്റ ക്യാൻഡിലേ തരുന്നുണ്ട്. അതിനുശേഷം വീണ്ടും തിരിച്ച് കയറി ഹൈ അടിച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ അടുത്ത ലെവലിലോട്ട് പോകുന്ന നോക്കുക. പോയില്ല, തിരിച്ച് വീണ്ടും പഴയ ലെവലിന് താഴോട്ടിറങ്ങി. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ 1049 എൻട്രി എടുത്താൽ ഇവിടെ 1033, 29, 26. അപ്പോൾ കണ്ടിന്യൂസ് പിന്നെ താഴോട്ട് പിന്നെ കയറിയിട്ടില്ല. നല്ല പ്രോഫിറ്റ് അതിനകത്തും ഉണ്ട്. JBMയ്ക്കകത്തില്ല, ഗോൾഡിയത്തിനകത്തില്ല, ജാഷിനകത്തില്ല, മസ്ഡോക്കിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. മസ്ഡോക്ക് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി 2-3 ക്യാൻഡിൽ പിന്നെ സെല്ലിങ് വന്നു. ഇവിടെ നമ്മൾ 2249 എൻട്രി എടുത്താൽ നമുക്ക് 2232 17 രൂപ എടുത്ത് പ്രോഫിറ്റ് തരുന്നുണ്ട്. നോർമലായിട്ട് നമ്മൾ ഈ സൈഡ് അത് ബുക്ക് ചെയ്യുക. അതിനുശേഷം തിരിച്ച് വീണ്ടും കയറി ഹൈ അടിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അടുത്ത ലെവലിൽ പോകുന്നത് നോക്കുക. പോയി താഴോട്ടിറങ്ങണം, നമുക്ക് ഇവിടെ എൻട്രി ചെയ്യായിരുന്നു. മുകളിലോട്ട് പോകാതെ ഇറങ്ങി ഇവിടെ ഇറങ്ങി വീണ്ടും ഇവിടെ എൻട്രി ചെയ്യണം. ഇത് മുകളിൽ പോയതിന് ശേഷം തിരിച്ചിറങ്ങി, മുകളിൽ പോയി പുതിയൊരു ഹൈ അടിച്ചു ഇറങ്ങി. ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ ഇവിടെ എൻട്രി എടുക്കുക. 2301 എടുത്താൽ നമുക്ക് 2321 സ്റ്റോപ്പ് ലോസ് 2300 ലെവലിൽ നിന്ന് നോക്കി 2216 ഏകദേശം 84 രൂപ പ്രോഫിറ്റ് വൺ സൈഡ് പിന്നെ തരുന്നുണ്ട്. PNC ഇൻഫ്ര, ബൽറാംപൂർ ശനിക്കകത്ത് നല്ല ചാൻസ് ആയിരുന്നു. ഇവിടെ നോക്കിയാൽ ഈ ക്യാൻഡിലോ ഹൈ ഇവിടെ ഓപ്പണിംഗ് വന്ന് നേരെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. 502 നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് 485 17 രൂപ പ്രോഫിറ്റ് തരുന്നുണ്ട്. അതുപോലെ സ്വാൻ എനർജിക്കകത്തും നമുക്ക് ചാൻസ് തരുന്നുണ്ട്. സ്വാൻ എനർജി ഇവിടെ നോക്കിയാൽ അറിയാം, പ്രീവിയസ് ഡേ ഹൈയുടെ തൊട്ടടുത്ത് ഓപ്പണായി പ്രീവിയസ് ഡേ ഹൈ കട്ട് ചെയ്തു, നേരെ R1 അടിച്ച് ജസ്റ്റ് ടച്ച് ചെയ്ത് ഇറങ്ങി. അപ്പോൾ നമ്മൾ 653 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ നമുക്ക് 636 വരെ കിട്ടുന്നുണ്ട്. അതായത് 17 രൂപ പ്രോഫിറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അതിനുശേഷം വന്ന് പുതിയ ഹൈ അടിച്ച് വീണ്ടും ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ 650 വീണ്ടും എൻട്രി എടുത്താൽ നമുക്ക് 47 6 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. വീണ്ടും വന്ന് തിരിച്ച് ഹൈ അടിക്കുമ്പോൾ എപ്പോഴും നോക്കുന്നതിന് അടുത്ത ലെവലിൽ പോകുന്ന ഇല്ല, തിരിച്ച് വീണ്ടും ഈ ലെവലിൽ ഇറങ്ങി. ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മളിവിടെ വീണ്ടും എൻട്രി എടുക്കുക. 653 എൻട്രി എടുത്തു. നമ്മളെന്തോ ചെയ്തു, 662 സ്റ്റോപ്പ് ലോസ് ഇടും. വലിയ സ്റ്റോപ്പ് ലോസ് വരുമ്പോൾ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യുക. അവിടെ നമ്മൾ 653 നമുക്ക് 638 വരെ വന്നു. വീണ്ടും നമുക്ക് 17 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വീണ്ടും
15 രൂപ. നല്ല ചാൻസുകളാണ്. നമ്മൾ നോക്കിയിരുന്ന ലെവലുകൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്താൽ മതി, ട്രേഡ് എടുത്താൽ മതി. ഇത് ആവന്തി ഫീൽഡ് നോക്കിയാൽ അറിയാം. ആവന്തി ഫീൽഡ് ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈക്ക് അടുത്ത് ഓപ്പണായി നേരെ പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കുക. 624 എൻട്രി എടുത്താൽ 610 14 രൂപയ്ക്ക് അടുത്ത് പോയി. പിന്നെ സൈഡ് വൈസ് മൂവ്മെൻറ്റ് വന്ന് ലാസ്റ്റ് ഇത് ബ്രേക്കായി. ബ്രേക്ക് ആകുമ്പോൾ അടുത്ത ലെവലിലോട്ട് പോയി, അടുത്ത ലെവലും പോയി, അതിൻ്റെ അടുത്ത ലെവൽ പോയിട്ടാണ് ഇറങ്ങുന്നത്. 648 49 പോയിട്ട് ഇറങ്ങി. നമ്മളിവിടെ എൻട്രി എടുത്താൽ 6 വരെ 14 രൂപ പ്രോഫിറ്റ് ഇവിടെയും കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ നോക്കിയിരുന്ന് ചെയ്യണം. വിൽക്കാറുള്ള ഷെയർസിനകത്തെല്ലാം നല്ല ചാൻസാണ് തരുന്നത്. ഫോണിക്സിനകത്ത് അതുപോലെ ഉണ്ടായിരുന്നു. ഫോണിക്സിനകത്ത് ഓപ്പണിങ്, ഫ്ലാറ്റ് ഓപ്പണിങ്, പിന്നെ നേരെ വന്ന് ഈ പ്രീവിയസ് ഡേ ഹൈ R1 എല്ലാം കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുത്താൽ 617 എൻട്രി എടുത്താൽ ഇതിനകത്ത് സ്റ്റോപ്പ് ലോസ് പോവും. ഇതിനകത്ത് വലിയ ഗുണമുള്ള മൂവ്മെൻറ്റ് തരുന്നില്ല. പിന്നെ പ്രൊഡിക്റ്റീവ് ചാനൽസ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. പ്രൊഡിക്റ്റീവ് ചാനൽസ് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ നിന്നൊരു ഈ റേഞ്ചിൽ നിന്നൊരു ചാൻസ് വന്നാൽ ചെറിയൊരു ഇത് കിട്ടുന്നുണ്ട്. പിന്നെ അതിന് ശേഷം അടുത്ത ചാൻസ് ഇവിടെ കിട്ടുമ്പോൾ നല്ലൊരു ചാൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതിനകത്ത് അഥവാ ലോസ് വന്നപ്പോൾ നമുക്ക് വെളിവരാനുള്ള മൂവ്മെൻറ്റ് ഇത് തരുന്നുണ്ട്. ഓക്കെ. അതുപോലെ ആംബറിൻ്റെ ഇന്നലത്തെ ആവറേജ് എന്നത് താഴെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഓപ്പണിങ്ങിൽ വരുവാണെങ്കിൽ ആ ഓപ്പണിങ്ങിൽ അത് 1900 കറക്റ്റ് 71 ആവറേജ് 6974 വരെ പോയിട്ട് നേരെ കുത്തനെ 200 രൂപ ഇടിഞ്ഞു പോയി. അതിനുശേഷം പിന്നെ തിരിച്ച് കയറി ഹൈയിൽ ക്ലോസായി. നമ്മൾ നോക്കിയിരുന്ന് ചെയ്താൽ നല്ല ഒന്നാം തരം ചാൻസുകൾ ഈ ഷെയറുകളെല്ലാം തരും. ഓക്കെ, നമുക്ക് നാളത്തേനുള്ള ഷെയർ നോക്കാം. നാളത്തേന് നമ്മൾ 14 ഷെയർ എടുത്തിട്ടുണ്ട്. ഈ 14 ഷെയറിൽ ഈ ആദ്യത്തെ 3 ഷെയറുകൾ പുതിയതായിട്ട് ലിസ്റ്റായ ഷെയറുകളാണ്. കഴിഞ്ഞ ആഴ്ചയും ഇന്നലെയുമായിട്ടൊക്കെ ലിസ്റ്റാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ സൂക്ഷിച്ച് വേണം ട്രേഡ് എടുക്കുക. ഹെവി മൂവ്മെൻ്റാണ്, ഹെവി വോളിയമാണ്. ലെവലുകൾ വന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം ചാൻസ് എടുക്കുക. എനിക്ക് തോന്നുന്നു നാളെ ഈ ക്വാഡ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഈ ഷെയർ ഈ R1 വന്നിട്ടൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങിത്തരാൻ ചാൻസ് ഉള്ള ഷെയറാണ്. SGLTലും R1 റേഞ്ചിൽ നിന്ന് കിട്ടുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. മമത എന്ന് പറയുന്ന ഈ ഷെയറും R1 റേഞ്ചിൽ നിന്നൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഹഡ്സൺ ഹൈ അടിച്ചിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് എടുക്കാം. ഹൈ വരുമോ എന്നറിയില്ല, വന്നാൽ ചാൻസ് എടുക്കാം. ന്യൂജൻ സോഫ്റ്റ്വെയർ നാളെ ഇത് പ്രീവിയസ് ഡേ ഇതിൻ്റെ പിവോട്ട് കണ്ടില്ലേ, 1700 താഴെ പോയിട്ട് തിരിച്ച് കയറുവാണെങ്കിൽ ഈ ഒരു ലെവലിന് മുകളിലോട്ട് വന്നാൽ നമുക്കൊരു പ്രാവശ്യം ഒരു ചാൻസ് എടുക്കാം. ചിലപ്പോൾ നല്ലൊരു മുകളിലോട്ടൊരു 10-30-40 പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇതിന് ഓപ്പണിംഗ് ഡൗൺ ആയിരിക്കണം. ഇതിന് താഴെ പോയതിന് ശേഷം ഈ ലെവലിൻ്റെ മുകളിലോട്ട് കയറണം, ഈ ഒരു ലെവലിൻ്റെ. അപ്പോൾ മാത്രമേ നമ്മൾ എൻട്രി എടുക്കാവൂ, ബൈയിങ് എടുക്കാവൂ. ഈ ക്യൂബക്സ് ട്യൂബ് എന്ന് പറയുന്ന ഈ ഷെയറിനകത്ത് ഇതിൻ്റെ ഓൾ ടൈം ഹൈ 127, ഇതിൻ്റെ R1 126. അപ്പോൾ 130 പോയിട്ട് 127 ഈ ലെവൽ കട്ട് ചെയ്താൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങി വരാൻ ചാൻസ് ഉള്ളൊരു ഷെയറാണിത്. നുറേസ എന്ന് പറയുന്ന ഷെയർ ഹൈ അടിക്കുക, R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. R1 റേഞ്ചിൽ നിന്നൊക്കെ കിട്ടുകയാണെങ്കിൽ ചെറിയ ചാൻസുകൾ കിട്ടും. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുക. എലക്ട്രോൺ R1 നിന്ന് കിട്ടുകയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതല്ല R1 വരാതെ ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിലും ചാൻസ് എടുക്കാം. തെർമാക്സ് R1 റേഞ്ചൊക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചെറിയ ചാൻസ് എടുക്കും. ഇതിനകത്തൊന്നും അധികം പോയിട്ട് എടുക്കരുത്, ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യുക. VTL എന്ന് പറയുന്ന ഈ ഷെയറിനകത്ത് ഇതിൻ്റെ ആവറേജ് ശ്രദ്ധിച്ച് 490 ആണ്. അപ്പോൾ ഷെയർ വീക്കാണെങ്കിൽ എപ്പോഴെങ്കിലും ഇതിന് മുകളിൽ പോയിട്ട് ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് എൻട്രി എടുക്കാം. അതല്ല 500 പോയി കിട്ടുവാണെങ്കിൽ നല്ലത്. 500 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ 500 മുകളിൽ ഇപ്പോൾ ഒരു 505 ഒക്കെ പോയിട്ട് 500 താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ ആ 5 രൂപ റിസ്ക് എടുത്തിട്ട് 500 താഴെ വരുമ്പോൾ സെല്ല് ചെയ്യുക. വെൽസ്പൺ ലിവിംഗ് എന്ന് പറയുന്ന ഷെയർ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. അതല്ല എങ്കിൽ ഈ R1 റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിലും ചാൻസ് എടുക്കാം. പ്രാജ് ഇൻഡസ്ട്രീസ് ഹൈയും R1 ഒരേ സ്ഥലം ഏകദേശം അടുത്താണ്. അപ്പോൾ ഈ 2 ലെവലിൻ്റെ മുകളിൽ പോയി ഈ 2 ലെവലിൻ്റെ താഴെ വരുവാണെങ്കിൽ നമുക്ക് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ചിത്തഗ്ര ഹൈ അല്ലെങ്കിൽ R1 ഈ ഏതെങ്കിലും റേഞ്ചിൽ നിന്ന് ചാൻസ് കിട്ടുവാണെങ്കിൽ നല്ല ഒരു പ്രോഫിറ്റ് എടുക്കാം, നമുക്ക് ചാൻസ് കിട്ടും. അതിനകത്തൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചാൻസുകൾ കിട്ടുമ്പോൾ മാത്രം എടുക്കുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇതിനകത്ത് എങ്ങനെയാണ് ട്രേഡിംഗ് എടുക്കുന്നത് എന്നുള്ള വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അത് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യുക.
ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.